Today we are going to discuss the topic reciprocal leveling. Reciprocal leveling. Reciprocal leveling is the leveling between two widely separated points in which observations are made in both directions to eliminate the effect of atmospheric refraction and curvature of Earth. If we want to find out the level difference between two points such that the distance between them are very long, then we have to consider the effect of atmospheric refraction and curvature of Earth. Suppose in this figure we can see A and B. Both A and B are situated on either side of a river. That is, the distance between A and B are very long. Since the distance is very long, there will be some change in path of light rays. അതായത് ഇവിടെ നമുക്ക് കാണാം എ ആൻഡ് ബി റിവറിൻ്റെ രണ്ട് സൈഡിലാണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ റിഫ്രാക്ഷൻ മീൻസ് ചേഞ്ചിങ് പാത്ത് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ സ്ട്രൈക്ക് ചെയ്ത് തിരിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ കാണുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ കാരണം, അതായത് കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടാകുന്ന നേരം ഇതിൻ്റെ ഇടയിലുള്ള എയറിൻ്റെ ഡെൻസിറ്റീസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേസ് കിടക്കുന്ന സമയത്ത് അതിൻ്റെ പാത്തിൽ ചെറിയ റിഫ്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇവിടുന്ന് നോക്കുമ്പം കാണുന്ന സ്റ്റാഫ് റീഡിംഗ് ആയിരിക്കില്ല ആക്ച്വലി യഥാർത്ഥത്തിൽ അതിൻ്റെ സ്റ്റാഫ് റീഡിംഗ്. അപ്പോൾ അതിൽ ചെറിയ ചേഞ്ചസ് ഇറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട്, അതുപോലെ കർവേച്ചർ ഓഫ് എർത്തിൻ്റെ കർവേച്ചർ, എർത്തിൻ്റെ ആക്ച്വൽ ലെവൽ ലൈൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് ഈ ആക്ച്വൽ ലെവൽ ലൈൻ അല്ല നമ്മൾ റീഡിങ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ആക്ച്വൽ ലെവൽ ലൈൻ അനുസരിച്ചുള്ള റിസൾട്ടല്ല കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് കറക്ഷൻസും അപ്ലൈ ചെയ്തുകൊണ്ട് വേണം ഇത്തരം ഡിസ്റ്റൻസ് കൂടുതലുള്ള പ്ലേസസുകളിൽ ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റെസിപ്രോക്കൽ ലെവലിംഗ്. ഇൻ റെസിപ്രോക്കൽ ലെവലിംഗ് വി ആർ ടേക്കിംഗ് ഒബ്സർവേഷൻസ് ഇൻ ബോത്ത് ഡയറക്ഷൻസ്. അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒബ്സർവേഷൻസ് എടുക്കുന്നുണ്ട്, അതേപോലെ ബിയിൽ നിന്ന് എയിലേക്കുള്ള ഒബ്സർവേഷൻസ് എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ടു എലിമിനേറ്റ് ദ എഫക്റ്റ് ഓഫ് അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ ആൻഡ് കർവേച്ചർ ഓഫ് എർത്ത്. അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷനും കർവേച്ചർ ഓഫ് ദ എർത്തും അതിൻ്റെ എഫക്ട്സുകൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫിക്സ് ദ ഇൻസ്ട്രുമെൻ്റ് അറ്റ് സ്റ്റേഷൻ എ നിയർ ടു എ എന്ന് പറഞ്ഞ പോയിൻറ്റിന് നിയർ ആയിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഡംബി ലെവൽ അല്ലെങ്കിൽ ഓട്ടോ ലെവൽ ഫിക്സ് ചെയ്യാം. ദെൻ ടേക്ക് ദ സ്റ്റാഫ് റീഡിംഗ് അറ്റ് പോയിൻറ്റ് എ, ദാറ്റ് ഈസ് എച്ച് എ. ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം, എച്ച് എയിൽ സ്റ്റാഫ് റീഡിംഗ് എടുക്കുക, എച്ച് എന്ന് നമുക്ക് ഒബ്സർവേഷൻ കിട്ടും. ദെൻ ടേക്ക് ദ സ്റ്റാഫ് റീഡിംഗ് അറ്റ് പോയിൻറ്റ് ബി. ബിയിൽ ആക്ച്വലി നമ്മൾ സൈറ്റ് ചെയ്യുന്ന സ്റ്റാഫ് റീഡിംഗ് എന്ന് പറയുന്നത് എച്ച് ബി ആണ്. ബട്ട് ഡ്യൂ ടു ദ റിഫ്രാക്ഷൻ, ഡ്യൂ ടു ദ കർവേച്ചർ ഓഫ് എർത്തിൻ്റെ ആക്ച്വൽ ലെവൽ ലൈൻ പോകുന്നത് ഈ ഡയറക്ഷനാണ്. എർത്ത് സ്ഫെറിക്കൽ ഷേപ്പിലാണ്. അപ്പോൾ ആ സ്ഫെറിക്കൽ ഡയറക്ഷനിലാണ് ലെവൽ ലൈൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഇറേഴ്സ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ആണ് ഇറർ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എച്ച് ബി ആണ് സ്റ്റാഫ് റീഡിംഗ് എങ്കിലും ആക്ച്വൽ സ്റ്റാഫ് റീഡിംഗ് കിട്ടേണ്ടത് എച്ച് ബി മൈനസ് ഇ ആണ്. That is, let A and B be the points whose level difference has to be determined. The level is set up a point near A and staff reading are taken on A and B as HA and HB respectively. Since A is very near to instrument, there will be no error due to curvature and refraction, but there will be an error E in staff reading on B. The level is then shifted to B and the readings are taken on staff held at B and A as HB dash and HA dash respectively. എയിൽ നിന്ന് സ്റ്റാഫ് റീഡിംഗ് എടുത്തതിന് ശേഷം ഇൻസ്ട്രുമെൻറ്റ് ലെവൽ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ബിയിൽ സ്റ്റാഫ് വെച്ചുകൊണ്ട് നമ്മൾ റീഡിംഗ് എടുക്കുന്നു, എച്ച് ബി ഡാഷ്. അതേപോലെ എയിൽ സ്റ്റാഫ് വെച്ചുകൊണ്ട് സ്റ്റാഫ് റീഡിംഗ് എടുക്കുന്നു, എച്ച് എ ഡാഷ്. അപ്പോൾ ബി നിയർ ടു ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട്, ലെവലിന് വെരി നിയർ ആയതുകൊണ്ട് അതിന് എഫക്റ്റ് ഓഫ് റിഫ്രാക്ഷനോ അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് കർവേച്ചറോ ഒന്നും വരുന്നില്ല. ബട്ട് എയിൽ റീഡിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സ്റ്റാഫ് റീഡിംഗ് എച്ച് എ ഡാഷ് ആണ്. ബട്ട് ഡ്യൂ ടു കർവേച്ചർ ഓഫ് എർത്ത് ആക്ച്വൽ റീഡിംഗ് വരേണ്ടത് ഈ ഒരു എച്ച് എ ഡാഷ് മൈനസ് ഇ എന്ന് പറഞ്ഞ പോയിൻറ്റിലാണ്. ഈ ഹൊറിസോണ്ടൽ ലൈൻ ശ്രദ്ധിക്കുക. ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ആക്ച്വൽ ലൈൻ ഓഫ് സൈറ്റ് ആണ്. അപ്പോൾ ഈ റിഫ്രാക്ഷനോ കർവേച്ചറോ ഒന്നും ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ കാണേണ്ട റീഡിംഗ് ആണ് ഈ ഹൊറിസോണ്ടൽ ലൈൻ്റെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്. അതിന്ന് നമുക്ക് റിഫ്രാക്ഷൻ കൺസിഡർ ചെയ്ത് കിട്ടിയിരിക്കുന്ന പോയിൻ്റാണ് എച്ച് എ ഡാഷ്.
എച്ച് എ ഡാഷ് എന്ന് വീണ്ടും നമ്മൾ എർത്തിൻ്റെ കർവേച്ചറൂടെ കൺസിഡർ ചെയ്ത് കിട്ടേണ്ട പോയിൻ്റാണ് എച്ച് എ ഡാഷ് മൈനസ് ഇ. ആക്ച്വലി ഈ റിഫ്രാക്ഷൻ്റെ എഫക്റ്റ് നമ്മൾ ഓൾറെഡി മൈനസ് ചെയ്യുന്നുണ്ട്, ആ ഒരു പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള എച്ച് എ ഡാഷ് മൈനസ് ഇ ആണ് ആക്ച്വൽ സ്റ്റാഫ് റീഡിംഗ് അറ്റ് പോയിൻ്റ് എ നമുക്ക് കിട്ടേണ്ടത്. ഇനി എങ്ങനെ കറക്ഷൻസ് അപ്ലൈ ചെയ്യുന്നു നോക്കാം. For the first set of instrument, the correct staff reading on A is equal to HA, on B is equal to HB minus E. അതായത് ഫസ്റ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റ് ഈസ് ഫിക്സഡ് നിയർ ടു പോയിൻ്റ് എ. പോയിൻ്റ് എയിൽ ഫിക്സ് ചെയ്തുകൊണ്ട് എയിലെ സ്റ്റാഫ് റീഡിംഗ് എടുക്കുന്നു, ബിയിലെ സ്റ്റാഫ് റീഡിംഗ് എടുക്കുന്നു. എയിലെ സ്റ്റാഫ് റീഡിംഗ് എച്ച് എ ആൻഡ് ബിയിലെ സ്റ്റാഫ് റീഡിംഗ് കറക്റ്റ് സ്റ്റാഫ് റീഡിംഗ് എച്ച് ബി മൈനസ് ഇ. എച്ച് ബി ആണ് നമുക്ക് കിട്ടുന്നത്, ഇറർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ബി മൈനസ് ഇ. That is the true difference in elevation H is equal to capital H is equal to HA minus HB minus E. Difference in elevation വരുന്നത് സ്റ്റാഫ് റീഡിംഗ് അറ്റ് എ മൈനസ് കറക്റ്റ് സ്റ്റാഫ് റീഡിംഗ് അറ്റ് ബി, HA minus HB minus E ആണ്. Now for the second set of instrument, the correct staff reading. Second set of instrument means instrument is fixed near to point B and staff reading is taken on A and B. The correct staff reading at B is HB dash and correct staff reading at point A is HA dash minus E. So the true difference in elevation is equal to capital H is equal to HA dash minus E minus HB dash. So instrument A സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കറക്റ്റ് ലെവൽ ഡിഫറൻസ് ഈസ് HA minus HB minus E ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ബിയിൽ ഫിക്സ് ചെയ്യുന്ന സമയത്തുള്ള ലെവൽ ഡിഫറൻസ് ഈസ് HA ഡാഷ് മൈനസ് ഇ മൈനസ് HB ഡാഷ്. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്, എച്ചിന് രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്, രണ്ടും സെയിം ആണ്. ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് എയിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ. സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് ബിയിൽ ഫിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. നമ്മുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് ഈ രണ്ട് വാല്യൂൻ്റെയും ആവറേജ് എടുക്കുകയാണ് ചെയ്യുന്നത്. ടേക്കിംഗ് ദ ആവറേജ് ഓഫ് ടു ട്രൂ ഡിഫറൻസ് ഇൻ എലിവേഷൻസ് വി ഗെറ്റ് capital H is equal to HA minus HB minus E plus HA dash minus E minus HB dash all divided by 2. Here first term is level difference when instrument is set upon A and HA dash minus E minus HB dash is level difference when instrument is set upon B. ഒന്നുകൂടെ ഇക്വേഷൻ ഒന്നുകൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇ ക്യാൻസലായി പോകും. ഫസ്റ്റത്തെ ഇ മൈനസ് മൈനസ് ഇ എന്ന് പറയുമ്പോൾ പ്ലസ് ഇ ആവും, രണ്ടാമത്തെ ഇ മൈനസ് ഇ, പ്ലസ് ഇ ആൻഡ് മൈനസ് ഇ ക്യാൻസൽ ആവും. ദെൻ ഇക്വേഷൻ ബിക്കം ക്യാപിറ്റൽ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് എ മൈനസ് എച്ച് ബി പ്ലസ് എച്ച് എ ഡാഷ് മൈനസ് എച്ച് ബി ഡാഷ് ഓൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ സിമ്പിൾ ഇക്വേഷൻ ആണ്. ഇതിൽ നമുക്ക് 4 ടേംസ് ആണുള്ളത്, എച്ച് എ, എച്ച് ബി, എച്ച് എ ഡാഷ്, എച്ച് ബി ഡാഷ്. ശ്രദ്ധിക്കുക, ഇൻസ്ട്രുമെൻറ്റ് എയിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റാഫ് റീഡിംഗ് എറ്റ് എ ആണ് എച്ച് എ ആൻഡ് സ്റ്റാഫ് റീഡിംഗ് എറ്റ് ബി ആണ് എച്ച് ബി. അതേപോലെ ഇൻസ്ട്രുമെൻറ്റ് ബിയിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്റ്റാഫ് റീഡിംഗ് അറ്റ് എ ആണ് എച്ച് എ ഡാഷ് ആൻഡ് സ്റ്റാഫ് റീഡിംഗ് അറ്റ് ബി ആണ് എച്ച് ബി ഡാഷ്. Let us do one problem. In leveling between 2 points A and B on opposite banks of a river, the level was set up near A and the staff reading on A and B were 1.285 meter and 2.860 meter respectively. The level was then moved and set up near B and the respective reading on A and B were 0.860 and 2.220. Find the true difference of level between A and B. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്ട്രുമെൻറ്റ് എയിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എയിലും ബിയിലും ഉള്ള സ്റ്റാഫ് റീഡിംഗ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.285 മീറ്റർ, 2.860 മീറ്റർ. അതേപോലെ ഇൻസ്ട്രുമെൻറ്റ് ബിയിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എയിലും ബിയിലുമുള്ള സ്റ്റാഫ് റീഡിംഗ് തന്നിട്ടുണ്ട് 0.860 ആൻഡ് 2.220 മീറ്റർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ എയിലും ബിയിലും ഇൻസ്ട്രുമെൻറ്റ് രണ്ട് ഭാഗത്തും ഫിക്സ് ചെയ്യുന്ന കേസസ് ആണ്, അതുകൊണ്ട് റെസിപ്രോക്കൽ ലെവലിംഗ് ആണ്. സോ ലെറ്റ് ടു ഡിഫറൻസ് ഓഫ് ലെവൽ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് എച്ച്. എച്ച് എന്ന വാല്യൂ കൊടുക്കുക, നമുക്ക് കാണേണ്ട വാല്യൂ ഫൈനൽ വാല്യൂന് നമുക്ക് എച്ച് എന്ന് കൊടുക്കാം. വി നോ ദ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് എ മൈനസ് എച്ച് ബി പ്ലസ് എച്ച് എ ഡാഷ് മൈനസ് എച്ച് ബി ഡാഷ് ഓൾ ഡിവൈഡഡ് ബൈ 2. ഹിയർ എച്ച് എ is the staff reading at A and HB is the staff reading at B when instrument is fixed at point A
and HA dash and HB dash are the staff reading at point A and B respectively when instrument is fixed at point B. Okay, എല്ലാ values എടുത്ത് എഴുതുക. When instrument is station A, HA is equal to 1.285 meter and HB is equal to 2.860 meter. When instrument at B, HA dash is equal to 0.860 and HB dash is equal to 2.220. Then substituting in equation, we will get H is equal to minus 1.468 meter. That is, negative sign indicate A is higher level than B. നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാഫ് റീഡിംഗ് കുറവാണെങ്കിൽ, മറ്റൊരു റീഡിങ്ങിനെ അപേക്ഷിച്ച് സ്റ്റാഫ് റീഡിംഗ് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പോയിൻ്റ് മറ്റേ പോയിൻറ്റിനെ അപേക്ഷിച്ച് മുകളിലാണെന്നർത്ഥം, ഹയർ പോയിൻ്റ് ആണെന്നർത്ഥം. ഹിയർ നമ്മൾ ഇക്വേഷനിൽ യൂസ് ചെയ്യുന്നത് A മൈനസ് ബി ആണ്. അപ്പോൾ A ബിനെക്കാട്ടിലും മുകളിലാണെങ്കിൽ എയുടെ സ്റ്റാഫ് റീഡിംഗ് ബിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നെഗറ്റീവ് സൈൻ കിട്ടുവാണെങ്കിൽ എ ഹയർ ലെവൽ ദാൻ ബി എന്ന് പറയാം. പോസിറ്റീവ് സൈൻ കിട്ടുവാണെങ്കിൽ എ ലോവർ ലെവൽ ദാൻ ബി എന്ന് പറയാം. വൺ മോർ ക്വസ്റ്റ്യൻ ഫ്രം KTU യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, ജനുവരി 2017 ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 7.5 മാർക്ക് ഉണ്ട്. What is reciprocal leveling? How it is accomplished? In reciprocal leveling between two stations A and B, the level was set up near A and the staff reading on A and B were 2.645 meter and 3.220 meter respectively. The level was then moved and set up near B. The respective staff reading on A and B were 1.085 and 1.665. Find the true difference in level between A and B. 7.5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ കുറച്ച് തിയറി പാർട്ടോടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണ്. ബട്ട് എക്സ്ട്രാ ആഡ് ചെയ്തത് വാട്ട് ഈസ് റെസിപ്രോക്കൽ ലെവലിംഗ്, ഹൗ ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. അപ്പോൾ റെസിപ്രോക്കൽ ലെവലിംഗ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്ങനെയാണ് അതിൻ്റെ ഫിഗേഴ്സൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ബാക്കി പ്രോബ്ലം 2-3 സ്റ്റെപ്പിൽ നമുക്ക് പ്രോബ്ലത്തിൻ്റെ ആൻസർ കിട്ടും. രണ്ടിനൂടെ കൂടെയാണ് 7.5 മാർക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോം വർക്കായിട്ട് ചെയ്യാം.